How to install Windows Server 2016 in VMware Workstation. നമ്മൾക്ക് ഈ വീഡിയോ പാർട്ടിൽ പ്രധാനമായിട്ടും പഠിക്കാം എങ്ങനെയാണ് വിൻഡോസ് സെർവർ 2016 നമ്മുടെ VMware വർക്ക്സ്റ്റേഷനിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന്. അപ്പോൾ അതിനായിട്ട് ആദ്യമേ തന്നെ നമുക്ക് വേണ്ടത് VMware വർക്ക്സ്റ്റേഷൻ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. അത് ഇവിടെ ഈ മെഷീനിൽ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. അതെടുക്കുന്നു. VMware വർക്ക്സ്റ്റേഷൻ പ്രോ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതെടുക്കുന്നു. ഇവിടെ നമ്മൾക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു വെർച്വൽ മെഷീൻ ആദ്യം ക്രിയേറ്റ് ചെയ്യണം. അതായത് ഇപ്പോൾ നമ്മൾ കടയിൽ ചെന്നതിന് ശേഷം ആദ്യം എന്താണ് ചെയ്യുന്നത്, നമുക്കിപ്പോൾ ഒരു കമ്പ്യൂട്ടർ അസംബിൾ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അല്ലേ എന്ന് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വിൻഡോസ് സെർവർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു വെർച്വൽ മെഷീൻ ആദ്യം അസംബിൾ ചെയ്യാം. അതിനായിട്ട് ക്രിയേറ്റ് എ ന്യൂ വെർച്വൽ മെഷീൻ എന്നുള്ളത് ഓപ്ഷൻ കൊടുക്കുന്നു. എന്നിട്ട് ഇവിടെ ടിപ്പിക്കൽ എന്നുള്ളതാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുന്നു. ഇവിടെ ഐ വിൽ ഇൻസ്റ്റാൾ ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലേറ്റർ, അതായത് ഞാൻ പിന്നീട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇട്ടോളാം, ഇപ്പം എനിക്ക് ജസ്റ്റ് വെർച്വൽ മെഷീൻ ഒന്ന് ക്രിയേറ്റ് ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ പോകുന്നു. എന്നിട്ട് ഇവിടെ ഞാൻ ഏതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇടാൻ പോകുന്നത്, അതിന് ഗസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നാണ് പറയുന്നത്. അത് ഇവിടെ സെലക്ട് ചെയ്യണം. അതായത് ഇപ്പോൾ മൈക്രോസോഫ്റ്റ് വിൻഡോസിൻ്റെയാണ് ഇടാൻ പോകുന്നത്. വേർഷൻ ഏതാണെന്ന് ചോദിക്കുമ്പോൾ നമുക്കിവിടെ വിൻഡോസ് സെർവർ 2019 ആണ് നമ്മൾ ഇടാൻ പോകുന്നതെങ്കിലും ഇപ്പോൾ ഈ VMware 2016 വരെ കാണിക്കുന്നുള്ളൂ. എനിവേ അത് സെലക്ട് ചെയ്താലും മതി. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുന്നു. എന്നിട്ട് ഇവിടെ ചോദിച്ചാണ് വെർച്വൽ മെഷീൻ്റെ പേര്, അതായത് ഈ സൈഡിൽ കാണിച്ചിരിക്കുന്ന പോലെ നമുക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ കമ്പ്യൂട്ടർ കുറേ എണ്ണം അസംബിൾ ചെയ്തൊക്കെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ തിരിച്ചറിയുന്നതിനായിട്ട് നമുക്ക് വെളിയിൽ വേണം ലേബൽ ഒട്ടിക്കാമല്ലോ എന്ന് പറഞ്ഞ പോലെ ഈ വെർച്വൽ മെഷീൻ എന്തെങ്കിലും പേര് കൊടുക്കണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പേര് കൊടുക്കണമെങ്കിൽ അത് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ 2019 സെർവർ 1 എന്ന് കൊടുത്ത് ജസ്റ്റ് കൊടുക്കുന്നു. ഓക്കെ. എന്നിട്ട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ വെർച്വൽ മെഷീൻ്റെ ഫയലുകൾ, അതായത് ഇപ്പോൾ ഇതൊരു വെർച്വൽ മെഷീനാണ് അല്ലേ, ഈ വെർച്വൽ മെഷീൻ്റെ ഫയലുകളും ഇനി നമ്മൾ ഈ വെർച്വൽ മെഷീനിലോട്ട് നമ്മൾ OS ഇൻസ്റ്റാൾ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഫയലുകളും നമ്മുടെ കമ്പ്യൂട്ടറിൽ എവിടെ കിടക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡീഫോൾട്ടായിട്ട് C ഡ്രൈവിലോട്ടാണ് പോകുന്നത്. എൻ്റെ കമ്പ്യൂട്ടറായി J ഡ്രൈവിലോട്ടാണ് പോകുന്നത്. ഇനി ബ്രൗസ് ചെയ്ത് നമുക്കത് വേണമെങ്കിൽ വേറൊരു ഫോൾഡറിലോട്ട് ആക്കാവുന്നതാണ്. ഓക്കെ, ഞാനത് വേറൊരു ഫോൾഡറിലോട്ട് കൊടുക്കുകയാണ്. VMware എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാനൊരു വേറൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാണ്. VMware എന്നൊരു ഫോൾഡർ സെലക്ട് ചെയ്ത് പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാണ്. ഇങ്ങനെ നിങ്ങൾക്ക് ഏത് ഡ്രൈവിൽ ഏതെങ്കിലും ഒരു ഫോൾഡർ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനാണ്. ഇവിടെ ഞാൻ 2019 സെർവർ 1 എന്ന് പറഞ്ഞ് തന്നെ കൊടുക്കുകയാണ്. കാരണം എനിക്ക് ഈ ഫയൽ ഇത് ഏകദേശം ഇതിനകത്തോട്ടൊരു 10-12 GB സ്പേസ് എടുക്കും. ഈ വെർച്വൽ മെഷീൻ ഇൻസ്റ്റാളായി OS ഇൻസ്റ്റാളായി വരുമ്പോഴത്തേനും എനിക്ക് പിന്നീട് അത് വേണമെങ്കിൽ ആ ഫോൾഡർ കറക്റ്റായിട്ട് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര സ്പേസ് കിട്ടും. അതുകൊണ്ട് ഞാനത് സെലക്ട് ചെയ്യുന്നു. ഓക്കെ കൊടുക്കുന്നു. നമുക്ക് ശ്രദ്ധിക്കുക, അതായത് ഇപ്പോൾ ഒരു ഡ്രൈവിൽ ഒരു ഫോൾഡറിലോട്ട് ഒരു വെർച്വൽ മെഷീൻ മാത്രമേ ഇടാൻ സാധിക്കത്തുള്ളൂ. നമുക്ക് അല്ലെങ്കിൽ ഒരു ഫോൾഡറിനകത്ത് നമുക്ക് വേറെ ഫോൾഡറുകൾ ഉണ്ടാക്കി നമുക്കിങ്ങനെ ഒരു വെർച്വൽ മെഷീൻ ഒരു ഫോൾഡർ എന്നുള്ളൊരു കോൺസെപ്റ്റിൽ തന്നെ പോകണം. നെക്സ്റ്റ് കൊടുക്കുന്നു. ഇവിടെ ഞാൻ 60 GB കൊടുക്കുന്നു. ഇവിടെ സ്പ്ലിറ്റ് വെർച്വൽ ഡിസ്ക് ഇൻറ്റു മൾട്ടിപ്പിൾ ഫയൽസ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്നു. നെക്സ്റ്റ് കൊടുക്കുന്നു. ഇവിടെ കസ്റ്റമൈസ് ഹാർഡ്വെയർ എന്നുള്ളത് കൊടുക്കുന്നു. അവിടെ വന്നിട്ട് ഞാൻ നെറ്റ്വർക്ക് അഡാപ്റ്റർ എന്നുള്ളത് മാറ്റി നാറ്റ് എന്നുള്ളത് മാറ്റി ഹോസ്റ്റ് ഉള്ളി എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ അത് ഇൻ്റർനെറ്റുമായിട്ടൊക്കെ കയറി പോകാതെയും വേറെ നെറ്റ്വർക്കുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹോസ്റ്റ് ഉള്ളി എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. അങ്ങനെ ഹോസ്റ്റ് ഉള്ളി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വെർച്വൽ മെഷീനുകൾ മാത്രമായിട്ടേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തുള്ളൂ. ക്ലോസ് കൊടുക്കുന്നു. ഫിനിഷ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ചിലർക്കിത് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം വെർച്വൽ മെഷീൻ അല്ലെങ്കിൽ നമ്മൾ കടയിൽ പോയി ഇപ്പോൾ മെഷീൻ അസംബിൾ ചെയ്ത് നമ്മൾ അവരോട് പറഞ്ഞ് നമ്മളുടെ ഇഷ്ടാനുസരണമുള്ള കോൺഫിഗറേഷൻ വെച്ച് നമ്മളിപ്പോൾ ഒരു മെഷീൻ അസംബിൾ ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ മെമ്മറി ഇപ്പോൾ ഞാൻ 2 GB കൊടുത്തിട്ടുള്ളൂ. പ്രോസസ്സറിൻ്റെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തോട്ട് എന്ത് വേണം, നമുക്ക് നോർമലായിട്ട് OS ഉള്ള ഒരു DVD നമ്മൾ ഇടണ്ടേ എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഒരു DVD നമ്മൾ കൊടുക്കണം. അത് ISO ഇമേജ് ആയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവിടുത്തെ ക്ലിക്ക് ചെയ്യുന്നു. CD/DVD എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നിട്ട് എന്താണ് കൊടുക്കുന്നത്, യൂസ് ISO ഇമേജ് ഫയൽ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ബ്രൗസ് കൊടുക്കുന്നു. ബ്രൗസ് കൊടുത്തിട്ട് വിൻഡോസ് സെർവർ OS വിൻഡോസ് സെർവർ 2019 അല്ല, വിൻഡോസ് 2019 നമുക്കിടാം. 16 വേണ്ട, 2019 ഇടാൻ. അത് സെലക്ട് ചെയ്യുന്നു. അതിൻ്റെ ISO ഫയലാണ്. ഓപ്പൺ കൊടുക്കുന്നു.
അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മളിപ്പം DVD ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കുള്ള കേസിൽ നമ്മളിപ്പോൾ DVD ഇട്ടു. ഇപ്പോൾ ഇത് വെർച്വൽ മെഷീൻ ആയതുകൊണ്ട് നമ്മൾ DVD ലിങ്ക് കൊടുത്തിരിക്കുകയാണ്, അതായത് ISO ഇമേജിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കുകയാണ്, നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ കൊടുക്കുന്നു. ഇത് കൂടാതെ തന്നെ നമുക്ക് ഒന്നുകൂടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സെറ്റിങ്സ് കൊടുക്കുക. സെറ്റിങ്സ് എടുത്തിട്ട് ഓപ്ഷൻസിൽ പോയിട്ട് അഡ്വാൻസ്ഡ് എടുത്തിട്ട് അവിടെ ബയോസ് എന്നുള്ളതാക്കി കൊടുക്കണം. ഓക്കെ കൊടുക്കുക. എന്നിട്ട് പവർ ഓൺ ദിസ് വെർച്വൽ മെഷീൻ എന്നുള്ളത് കൊടുക്കുക. ഇവിടെ ലാംഗ്വേജ് ഇംഗ്ലീഷാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് കൊടുക്കുന്നു. ഇൻസ്റ്റാൾ നൗ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്നു. അപ്പം സെറ്റപ്പ് ഈസ് സ്റ്റാർട്ടിങ് എന്നുള്ളൊരു മെസ്സേജ് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ നമുക്ക് സ്റ്റാൻഡേർഡും കാണാം, ഡാറ്റാ സെൻറ്ററും കാണാം. നമുക്ക് സ്റ്റാൻഡേർഡിൽ നമുക്കിങ്ങനെ ഡെസ്ക്ടോപ്പ് ഉപയോഗിച്ച്, അതായത് ഇപ്പം നമ്മൾ ഈ കാണുന്ന പോലെ നമുക്ക്, അതായത് നമ്മുടെ സാധാരണ വിൻഡോസ് 8ഉം 10ഉം ഒക്കെ ഉപയോഗിക്കുന്ന പോലെ നമുക്ക് ഗ്രാഫിക്കലി കാര്യങ്ങളെല്ലാം അതായത് സെർവർ ഗ്രാഫിക്കലി നമുക്ക് കോൺഫിഗർ ചെയ്യാനും മാനേജ് ചെയ്യാനൊക്കെ സാധിക്കണം. അതുകൊണ്ട് നമ്മൾ ഡെസ്ക്ടോപ്പ് എക്സ്പീരിയൻസ് എന്നുള്ളതാണ് സെലക്ട് ചെയ്യുന്നത്. ഈ സാധാരണ ഡാറ്റാ സെൻറ്റർ ഇവാലുവേഷൻ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് കോർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. മീൻസ് ദാറ്റ് നമ്മൾ കമാൻഡ് പ്രോംപ്റ്റ് ഉപയോഗിച്ചാണ് അത് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ഡെസ്ക്ടോപ്പ് എക്സ്പീരിയൻസ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗ്രാഫിക്കൽ അഥവാ GUI എന്നുള്ള രീതിയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും കണ്ടുകൊണ്ട് സെർവർ കോൺഫിഗർ ചെയ്യാനും മാനേജ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് കൊടുക്കുന്നു. എന്നിട്ട് ഇവിടെ ഐ അക്സെപ്റ്റ് ദ ലൈസൻസ് ടേംസ് എന്നുള്ളത് കൊടുക്കുന്നു. നെക്സ്റ്റ് കൊടുക്കുന്നു. ഇവിടെ കസ്റ്റം എന്നുള്ളത് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മൾ ആദ്യമേ കൊടുത്ത ഹാർഡ് ഡിസ്ക് ആയ 60 GB എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് കൊടുക്കുന്നു. ഇപ്പോൾ ഇൻസ്റ്റലേഷൻ സ്റ്റാർട്ട് ചെയ്തു. എനിവേ കുറച്ച് സമയം എടുക്കും. ഞാൻ അതുവരെ വീഡിയോ പോസ് ചെയ്യുകയാണ്. ഇപ്പം റീസ്റ്റാർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം നിങ്ങൾ ആ DVD ഡ്രൈവ് ഉള്ളെടുക്കേണ്ടതാണ്. ഇപ്പം ഈ വെർച്വൽ മെഷീനിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പം നമ്മുടെ മൗസിൻ്റെ കൾസർ ഈ വെർച്വൽ മെഷീനകത്ത് അകപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് റിലീസ് ചെയ്യുന്നതിനായിട്ട് നമ്മുടെ കീബോർഡിലെ കൺട്രോൾ ആൾട്ട് കീ ഒരുമിച്ച് പ്രസ് ചെയ്യേണ്ടതാണ്. കൺട്രോൾ ആൾട്ട് ആയിട്ട് നമുക്ക് വെളിയിൽ മാറ്റി ക്ലിക്ക് ചെയ്താൽ നമുക്കത് ലഭ്യമാകുന്നതാണ്. ഇപ്പം നമ്മളോട് ഈ കമ്പ്യൂട്ടറിലെ യൂസർ നെയിം അഡ്മിനിസ്ട്രേറ്ററായിട്ട് ഡീഫോൾട്ടായിട്ട് വന്നിട്ടുണ്ട്. അതായത് സെർവറിൻ്റെ അഡ്മിനിസ്ട്രേറ്ററാണ് യൂസർ നെയിം എന്നുള്ളത്. അതായത് യൂസർ ആരാണ്? അഡ്മിനിസ്ട്രേറ്റർ. അപ്പോൾ യൂസർ നെയിം എന്നുള്ളത് അഡ്മിനിസ്ട്രേറ്ററായിട്ട് ഡീഫോൾട്ടായിട്ട് വന്നിട്ടുണ്ട്. പാസ്വേഡ്, അഡ്മിനിസ്ട്രേറ്റർക്ക് നമ്മളൊരു പാസ്വേഡ് ഇപ്പോൾ ഇവിടെ സെറ്റ് ചെയ്യേണ്ടതാണ്. ഞാനിപ്പോൾ ഡീഫോൾട്ടായിട്ട് admin@123 എന്നുള്ളത് കൊടുക്കുന്നു. ഇവിടെ ഐയുടെ ചിത്രത്തെ പിടിച്ച് ഞെക്കുകയാണെങ്കിൽ നമുക്കത് കാണാൻ സാധിക്കുന്നതാണ്. admin@123 എന്ന് പറഞ്ഞ ഒരു കോംപ്ലക്സ് പാസ്വേഡ് എപ്പോഴും കൊടുക്കാൻ ശ്രദ്ധിക്കുക. admin@123 എന്നിട്ട് ഫിനിഷ് കൊടുക്കുന്നു. എന്നിട്ട് ഇവിടെ കൺട്രോൾ ആൾട്ട് പിടിച്ച് നിൽക്കുന്നു. ഇവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ സെർവറിൽ ആദ്യമേ ഒന്ന് ലോഗിൻ ചെയ്യാം. അതിനായിട്ട് യൂസർ നെയിം എന്നുള്ളത് അഡ്മിനിസ്ട്രേറ്ററായിട്ട് കാണിച്ചിട്ടുണ്ട്. അതായത് യൂസർ ആരാണ്? അഡ്മിനിസ്ട്രേറ്ററാണ്. അഡ്മിനിസ്ട്രേറ്റർക്ക് നമ്മളിപ്പോൾ കൊടുത്ത പാസ്വേഡില്ലേ, അതായത് admin@123 അത് തന്നെ കൊടുക്കാം. admin@123 എൻ്റർ ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് ഇവിടെ റീസൈക്കിൾ ബിന്നിൻ്റെ ഐക്കൺ മാത്രമേ ഉള്ളൂ. നമുക്ക് ഡെസ്ക്ടോപ്പ് ഒരു ദിസ് PC എന്നുള്ള ഐക്കണോട് ഇടാനായിട്ട് നമുക്ക് നോക്കാം. അതിനായിട്ട് ഡെസ്ക്ടോപ്പിൽ ഫ്രീ സ്പേസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് പേഴ്സണലൈസ് എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നു. എന്നിട്ട് തീംസിൽ നമ്മൾ ഡെസ്ക്ടോപ്പ് ഐക്കൺ സെറ്റിങ്സ് എന്നുള്ളിടത്ത് വന്നിട്ട് നമ്മൾ ഡെസ്ക്ടോപ്പ് ഐക്കൺസ് ഏതൊക്കെ ഐക്കണാണ് വേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ ടിക്ക് ഓൺ കൊടുക്കുക. ഇവിടെ കമ്പ്യൂട്ടർ എന്നുള്ളതാണ് കൊടുക്കുന്നത്. അപ്ലൈ കൊടുക്കുന്നു. ഓക്കെ കൊടുക്കുന്നു. എന്നിട്ട് നമ്മളിതൊക്കെ ക്ലോസ് ചെയ്യുന്നു ഇപ്പോൾ തൽക്കാലത്തേക്ക്. ഇപ്പം ദിസ് PC ഐക്കൺ അവിടെ വന്നിട്ടുണ്ട്. ഇവിടുത്തെ റൈറ്റ് ക്ലിക്ക് ചെയ്യുകയും പ്രോപ്പർട്ടീസ് എടുത്ത് നോക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും നമ്മളിവിടെ വിൻഡോസ് സെർവർ 2019 ഇൻസ്റ്റാൾ ചെയ്തു. ഇപ്പോൾ
അതായത് നമ്മളിപ്പോൾ സാധാരണ ഒരു കമ്പ്യൂട്ടർ നമ്മളിട്ട് കഴിഞ്ഞിട്ടുണ്ട്, കമ്പ്യൂട്ടറിൽ OS ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് ഡ്രൈവറും കാര്യങ്ങളൊക്കെ ഇടണം അല്ലേ. ഡ്രൈവർ സീഡ് ഉപയോഗിച്ച് ഡ്രൈവറും കാര്യങ്ങളൊക്കെ നമ്മൾ ഇടണം. അല്ലെങ്കിൽ നെറ്റിൽ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ ഡ്രൈവറും കാര്യങ്ങളൊക്കെ ഇടണം. അപ്പോൾ ഇവിടെ ഇപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു മെഷീനിൽ നമ്മൾ ഡ്രൈവർ ഇട്ട് കഴിയുമ്പോൾ, അതായത് നമ്മളിപ്പം OS ഇടാൻ വേണ്ടിയിട്ട് ഒരു DVD ഇട്ടു. ആ DVD എടുത്തതിന് ശേഷമല്ലേ ഉള്ളൂ നമുക്ക് അടുത്ത ഡ്രൈവറുകൾ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള DVD ഇടാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും നമ്മൾ ആദ്യം ഇൻസ്റ്റാൾ ചെയ്യാൻ ഉപയോഗിച്ച ആ DVDയുടെ ലിങ്ക് നമ്മുടെ ഈ DVD ഡ്രൈവിൽ നിന്ന് ഇജക്റ്റ് ചെയ്ത് കളയണം. അതിന് വേണ്ടിയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഇജക്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. കൊടുത്തു കഴിയുമ്പോഴത്തേനും അവിടെ DVD ഡ്രൈവ് ഫ്രീ ആയിട്ട് കിടക്കുവാണ്. ഇപ്പോൾ ഇവിടെ നോക്കുക, അതായത് ഈ സ്ക്രീനിൻ്റെ ഒരു വിടുത്ത് പ്രോബ്ലം ഉണ്ട്, ഈ ലാപ്ടോപ്പിൻ്റെ സ്ക്രീനിൻ്റെ വിടുത്തിന് പ്രോബ്ലം ഉണ്ട്. മാത്രമല്ല മൗസ് ഇവിടെ വരുമ്പോഴത്തേനും സ്റ്റക്കായി പോകുന്നു, വെളിയിലോട്ട് അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള പ്രോബ്ലംസൊക്കെ ഒഴിവാക്കുന്നതിനായിട്ട് VMware തന്നെ ഒരു ഡ്രൈവർ CD പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ചെയ്യുന്നതിനായിട്ട് ആദ്യം നിങ്ങൾ ഈ DVD ഡ്രൈവ് ഫ്രീ ആക്കി വെക്കണം. അതിനുശേഷം VM എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ ഇൻസ്റ്റാൾ VMware ടൂൾസ് എന്ന് പറഞ്ഞ് കൊടുക്കുക. അപ്പോൾ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ ആ ഫ്രീ ആയി കിടന്ന DVD ഡ്രൈവിലോട്ട് ഈ VMware ടൂൾസിൻ്റെ DVD മൗണ്ടായി നമ്മളത് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇനി അത് എന്ത് ചെയ്യണം, ഇൻസ്റ്റാൾ ഓർ റൺ പ്രോഗ്രാം ഫ്രം യുവർ മീഡിയ എന്നുള്ളത് കൊടുക്കണം. എന്നിട്ട് ഇവിടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞ് നെക്സ്റ്റ് കൊടുക്കുന്നു. ടിപ്പിക്കലാണ് കൊടുക്കുന്നത്. ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, അതായത് ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ VMware ടൂൾസിൻ്റെ ആ ഇൻസ്റ്റലേഷൻ ഏകദേശം കംപ്ലീറ്റ് ആയി. അപ്പോൾ തന്നെ ഈ സ്ക്രീനിൻ്റെ വിഡ്ത്തും കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ആയിട്ടുണ്ട്. അതായത് ഇതിനകത്ത് VMwareൻ്റെ ഡ്രൈവറും കാര്യങ്ങളൊക്കെ നമ്മുടെ കമ്പ്യൂട്ടറിന് വേണ്ടിയിട്ടുള്ള VMwareൻ്റെ ഡ്രൈവറും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ആയി എന്നാണ് ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് DVD ആണ് ഇട്ടത്, VMware ടൂൾ എന്നുള്ള DVD ആണ് നമ്മൾ ഇവിടെ ഇട്ടത്. VMware ഡിഫോൾട്ടായിട്ട് VMware വർക്ക് സ്റ്റേഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളിവിടെ ഫിനിഷ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. അപ്പോൾ നമ്മളോട് റീസ്റ്റാർട്ട് ആവശ്യപ്പെടും. എന്നിട്ട് നമുക്കിവിടെ ലോഗിൻ ചെയ്യുന്നതിനായിട്ട്, വീണ്ടും സെർവറിൽ ലോഗിൻ ചെയ്യുന്നതിനായിട്ട് Ctrl+Alt+Delete to അൺലോക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇത് കണ്ടുകൊണ്ട് നമ്മൾ Ctrl+Alt+Delete നമ്മുടെ കീബോർഡ് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മെയിൻ കമ്പ്യൂട്ടറിനെ അഫക്റ്റ് ചെയ്യും. അത് ഒഴിവാക്കുന്നതിനായിട്ട് നമ്മൾ Ctrl+Alt+Insert കീ പ്രസ് ചെയ്യുക. അതല്ലെങ്കിൽ ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന ഇവത്തിൽ ക്ലിക്ക് ചെയ്താലും മതി. എന്നിട്ട് നമുക്ക് പാസ്വേഡ് കൊടുക്കാം, admin@123. അപ്പോൾ ഇപ്പോൾ നമുക്ക് സെർവറിലോട്ട് ലോഗിൻ ആകാൻ സാധിച്ചു. ഇങ്ങനെയാണ് നമുക്ക് VMwareൽ നമുക്കൊരു വെർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യാനും നമുക്കതിൽ വേണ്ടപ്പെട്ട OSകൾ എക്സാമ്പിളായിട്ട് നമുക്കിപ്പം MCSയുടെ ലാബൊക്കെ ചെയ്യുന്നതിനായിട്ട് നമുക്കിങ്ങനെ വിൻഡോസ് സെർവറും ഒക്കെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അത് നമ്മൾ പഠിച്ചു. എനിവേ നിങ്ങളിതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഒപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ്റായിട്ട് അറിയിക്കുക.